Hello everyone, Fida, your mind and life transformational coach. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഈ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് സെഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണോ, ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവുമോ, അല്ലെങ്കിൽ മോട്ടിവേഷനും ട്രാൻസ്ഫോർമേഷനും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ് എന്നുള്ളതൊക്കെയാണ്. മോട്ടിവേഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മൾ മോട്ടീവ് ആവേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫിൽ കൺസിസ്റ്റൻസി ഒക്കെ കീപ്പ് ചെയ്യണം, സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടീവ് ആവണം. നമ്മളെ ലൈഫിൽ മോട്ടിവേഷൻ അത്യാവശ്യമാണ്. പക്ഷേ മോട്ടിവേഷൻ നമുക്ക് സക്സസ്ഫുൾ പേഴ്സൺ ആക്കി നമ്മളെ മാറ്റമൊന്നുമില്ല. കാരണം ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാലാണ് ചേഞ്ചസ്, അതായത് ഓരോ ചെറിയ ചെറിയ ചേഞ്ചസ് ഉൾപ്പെട്ടതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ചേഞ്ചസ് നമ്മളിൽ ചെറുത് ചെറുത് വരുമ്പോൾ, അതായത് ചെറിയ ചെറിയ ഹാബിറ്റ്സിലൂടെയും ആറ്റിറ്റ്യൂഡിലൂടെ ഒക്കെ ചേഞ്ചസ് കൊണ്ടുവരുന്ന അത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിലേക്ക് വരുമ്പോഴാണ് അത് ട്രാൻസ്ഫോർമേഷൻ. അതൊരു ജേണിയാണ്. ഇപ്പോ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കേൾക്കുമ്പോൾ ആ സമയത്ത് നമുക്കൊരു എനർജിക് ആയിരിക്കാം. ആ സമയത്ത് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനും നമുക്ക് ഫീൽ വരും. പക്ഷെ അത് ആ വിത്തിൻ സെക്കൻഡുള്ളിൽ ആ ചേഞ്ചസ് മാറി നമ്മൾ പഴയ വേർഷനിലേക്ക് തന്നെ പോകുന്നുള്ളതാണ്. നമ്മൾ എന്ന വേർഷന് നമുക്ക് യഥാർത്ഥ ഒരു ട്രൂ പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മളെ ഉള്ളിലൊക്കെ. ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സെൽഫിലാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതായത് നമ്മൾ വളർന്നു വന്നപ്പോൾ ഒരു കുട്ടിയുടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഭയങ്കര ജോയ്ഫുൾ സ്റ്റേറ്റ്, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ, ഒരു തുള്ളിച്ചാടിയ ഒരു ലൈഫ്, എല്ലാ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരു അറ്റമില്ലാതെ ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് കുട്ടികളുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയും കുട്ടികൾ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, കുട്ടികൾ ദൈവികതയുണ്ട് കുട്ടികളിൽ എന്നൊക്കെ. ആ കുട്ടികളുടെ ദൈവികത പോലെ തന്നെ നമ്മളിലും ഉണ്ട് ഒരു ദൈവികത. നമ്മളെന്ന ഹയർ സെൽഫില്, നമ്മളെന്ന ട്രൂ സെൽഫില് നമ്മളിലെ ഫുൾ വേർഷനും അതിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ജനിച്ച സാഹചര്യങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഓരോരോ പ്രോഗ്രാംസുകളെ അതുപോലെ അവിടെ കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മളുടെ ക്യാരക്ടറും നമ്മളുടെ ബിഹേവിയറും ഒക്കെ. അപ്പോൾ മാറ്റം വരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. ആംഗ്രി ഇഷ്യൂസ്, അതുപോലെ പെട്ടെന്ന് ഷൗട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ, അല്ലെങ്കിൽ എപ്പോഴും ഗ്ലൂമി സ്റ്റേജിൽ ഇരിക്കുന്നത്, ഷെയിം ആൻഡ് ഗിൽറ്റ് ഫീലിങ്ങിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. ഇത് മാറ്റിയാൽ മാത്രമേ നമ്മളെ ലൈഫിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനും എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ആ ഒരു മെന്റൽ ടഫ്നെസ് ഒക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ലൈഫിൽ മോട്ടിവേഷൻ കേൾക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ വിത്തിൻ സെക്കൻഡുള്ളിൽ നമുക്ക് ആക്ഷൻ എടുക്കാനും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നീട് സെയിം സ്റ്റേജിലേക്ക് തന്നെ പോവുകയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോ നമ്മൾ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആൾ ആദ്യമൊക്കെ പറയാറ് ഒരുപാട് മോട്ടിവേഷൻ സെഷൻ കേട്ടിട്ടുണ്ട് മാം, പക്ഷെ ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ കേൾക്കാം. ക്ലയൻസ് നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അവരവരുടെ യഥാർത്ഥ സെൽഫിൽ നിന്നല്ല അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളെ ഹയർ സെൽഫുമായി കണക്ട് ചെയ്ത് നമ്മളെ ട്രൂ ഇൻഡിവിജ്വാലിറ്റിയുമായി നമ്മൾ കണക്റ്റഡ് അല്ല. നമ്മൾ ഏതോ ഒരു വേർഷനാണ്. നമ്മൾ ഒരു ഭാഗത്ത് സ്വപ്നം കാണുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെയിനിന് നമുക്ക് ഫുൾ റിലീഫ് ചെയ്ത് ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഇമോഷൻസ്, ഫീലിങ്സ്, ഇതിനെ നമ്മൾ അവിടുന്ന് പാടെ റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് ഓരോ ഒരു സ്റ്റേജ് ആണ്. അത് ഓരോ എലവേറ്റ്, അതിപ്പോ നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ലേൺ ചെയ്യേണ്ടതുണ്ട്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ അൺലേൺ ചെയ്യേണ്ടതുണ്ട് നമ്മളെ ലൈഫിൽ. അതായത് നമുക്ക് ഓരോരോ കാര്യത്തിൽ ഇപ്പോ ഹെൽത്തിന്റെ ബേസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളും ആയിരിക്കും നമ്മൾക്ക് ഹെൽത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ കേസിൽ, റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾക്ക് ഒരു വേർഷൻ ഉണ്ടാവും. നമ്മളെ പാരന്റ്സിന്റെ അടുത്ത് കണ്ടിട്ടുള്ളതും നമ്മളെ ഫാമിലിയിലെ റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ റിലേഷൻഷിപ്പ് എന്ന പ്രോഗ്രാം ഉള്ളിൽ കിടക്കുന്നത്. അത് അവിടെ ക്ലിയർ ചെയ്യാത്ത എടുത്തോളം കാലം നമ്മളുടെ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഏത് ഏരിയയിലും ഇപ്പൊ വെൽത്തിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മണി ബ്ലോക്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ വരുന്ന ക്യാഷ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പറയും കാലിക്കേഷയായി മാറുന്നുണ്ട് എന്നുള്ളത്, അങ്ങനത്തെ സ്റ്റേജിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മണി ബ്ലോക്സുകൾ, മണി വൂണ്ടുകളൊക്കെ ഉണ്ട്. ഇത് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ സമ്പന്നര് എന്ന് പറഞ്ഞാല് നമ്മള്
നമ്മൾക്കൊരു വേർഷൻ ഉണ്ടാവും. അവരിങ്ങനെ രീതിയിൽ സമ്പന്നര് എന്ന് പറഞ്ഞാൽ അഹങ്കാരികളാണ്, അല്ലെങ്കിൽ ഒരുപാട് പണം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് നല്ലതിനല്ല, അവരുടെ സ്വഭാവം മാറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ടോക്കുകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നതാണ്. ഓരോ വേർഷൻ ഇപ്പൊ ഹെൽത്തിന്റെ ബേസില്, വെൽത്തിന്റെ കേസില്, റിലേഷൻഷിപ്പിന്റെ ബേസില്, അതുപോലെ സക്സസിന്റെ കേസിലൊക്കെ അതൊക്കെ വിജയൊക്കെ ഓർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എന്താ ഓർക്ക് പറഞ്ഞതാണ് സമ്പന്നത ഒക്കെ. അതുകൊണ്ടാണ് അങ്ങനത്തെ ചിന്താഗതി നിലനിൽക്കുന്നത് കൊണ്ടാണ് ദരിദ്രരെന്നും ദരിദ്രാവസ്ഥയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. സമ്പന്നരെന്നും സമ്പന്നരായി തുടർന്നുകൊണ്ടേയിരിക്കുന്നത് എന്താന്ന് വെച്ചാല് അവരുടെ മൈൻഡ് സെറ്റ് സമ്പന്നതയിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദരിദ്രരുടെ മൈൻഡ് സെറ്റ് ഓൾറെഡി ദരിദ്രരാണ് ഞാന് എന്നുള്ളതാ. നമുക്ക് ആ മൈൻഡ് സെറ്റ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഉള്ള ഇപ്പോ ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ലൈഫ്, നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന മുറിവുകളും വൂൺസും ഒന്നും ഇത് നമുക്ക് പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളോ, നമ്മളെ വരും തലമുറയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായിരിക്കാം. ഓരോരോ ഹാബിറ്റ്സും ക്രിയേറ്റീവ് ആയത് ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് നന്നായി ചിത്രം വരക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ കണ്ടതും കേട്ടതും ആയിരിക്കാം. അതേപോലെ തന്നെ നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കുട്ടിക്കാലത്ത് നിന്ന് കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഏത് ഏരിയയിലും നമുക്ക് ഉണ്ടായിട്ടുള്ള അറിവുകളും നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് അനുഭവങ്ങളായിട്ട് വരിക. അതുകൊണ്ടാണ് ഉള്ള് ക്ലീൻ ചെയ്ത് പുറത്തേക്ക് നോക്കിയപ്പോ സൃഷ്ടാവ് പോലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെ പുറത്തെ മോടി പിടിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ മുഖത്തേക്കല്ല നമ്മൾ നോക്കുന്നത്, ഹൃദയത്തിലേക്കാണ് എന്നുള്ളത്. അങ്ങനെ ഹൃദയം ക്ലീൻ ചെയ്ത് മൈൻഡിനൊക്കെ ക്ലൻസ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമ്മൾ ട്രൂ പൊട്ടൻഷ്യൽ, യഥാർത്ഥ നമ്മൾ എന്താണ് നമ്മൾ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എന്ന ഒരു കുട്ടിയുടെ സ്റ്റേജ് നമ്മൾ ഉള്ളിലുണ്ട്. നമ്മൾ അറിയാലോ, ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പാരന്റ്സ് ഒക്കെ എന്താ പറയാ, നിന്റെ കുട്ടിത്തൊക്കെ അവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്, ഇനിയിപ്പോ കുട്ടികളെ അത്തരത്തിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ അവിടെ പാടെ നശിപ്പിക്കുക ചെയ്യുന്ന ആ കുട്ടിത്തിന്റെ സ്റ്റേജ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എത്താൻ നമുക്കൊരു മെച്യൂരിറ്റി ഫീൽ നമ്മൾ സ്വമേധയ ഉണ്ടാക്കുകയാണ്. കുട്ടിത്തൊക്കെ അവിടെ നഷ്ടപ്പെടുത്തിയിട്ട് സ്വമേധയ മെച്യൂരിറ്റി ഫീൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്നിലുള്ള ഉള്ളിലെ വേർഷൻ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മൾ പുറത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന വേർഷന് ഇന്ന രീതിയിൽ ഇങ്ങനെ ആവണം, ഈ രീതിയിൽ പെരുമാറണം എന്ന് പറഞ്ഞ് നമ്മൾ പുറത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. നമ്മളെ ഉള്ളിലുള്ള സെൽഫ് ആണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ അവസ്ഥയും സാഹചര്യം ഓരോരുത്തരും ഈ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളിപ്പോ പൂർണ്ണമായിട്ടും ഹാപ്പി ആണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളാണ്. നിങ്ങളിപ്പോ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമാണ്. നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, എനിക്ക് ഇന്ന കാര്യങ്ങൾ നമ്മളെ പാർട്ട്ണറോട് ആയിക്കോട്ടെ ഫാമിലിയോട് ആയിക്കോട്ടെ എനിക്ക് ഇന്ന ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് ഞാൻ എപ്പോഴും എനിക്ക് ഉള്ളിലൊക്കെ ഭയങ്കര വേദനയാണ്, ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും എനിക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ അവരോട് പറയാം. പക്ഷെ അനുഭവിക്കുന്നത് മൊത്തം നമ്മളാണ്. അതുകൊണ്ട് ഒരാളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതൊന്ന് റിലീഫ് കിട്ടിയിരിക്കാം. പക്ഷെ പിന്നീടും ആ നില തുടരുകയാണ് എന്നുണ്ടെങ്കിൽ അതിനവിടെ പറിച്ചു മാറ്റണം എന്നുള്ള ആ അനുഭവങ്ങളെയും സാഹചര്യങ്ങളും നമ്മൾ തുടച്ചു മാറ്റണം എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഹയർ സെൽഫിനെ, നമ്മൾ ട്രൂ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിഞ്ഞാലാണ് നമുക്ക് ലൈഫ് ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞ പോലെ ഏത് ഏരിയയിലും ഹെൽത്തിന്റെ, വെൽത്തിന്റെ, റിലേഷൻഷിപ്പ്, സക്സസ്, കറേജ്, കോൺഫിഡൻസ്, ഇത് ഏത് ഏരിയയിലും നമുക്ക് അടിപൊളിയായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഡിവിജ്വാലിറ്റി ആയി കണക്ട് ചെയ്തിട്ട്, നമ്മൾ എന്ന ട്രൂ സെൽഫിനായിട്ട് കണക്ട് ചെയ്തിട്ട് ആ സെൽഫിലുള്ള ജീവിതമായിരിക്കും നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വർഷത്തില് നമുക്ക് വേണ്ടി മീ ടൈം അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ലോ വൈബ്രേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ മാത്രമാണ്. ഹൈ വൈബ്രേഷനിൽ ഇരിക്കുന്ന ആളുകളിലേക്കാണ് നല്ല സാഹചര്യങ്ങളും നല്ല അനുഭവങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുള്ളൂ. അതിന്റെ കീ എലമെന്റ്സ് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. പുറത്തേക്ക് സാഹചര്യങ്ങൾ ശരിയാക്കാനും പുറത്തെ വ്യക്തികളെ ശരിയാക്കാനും പുറത്ത് ഹാപ്പിനെസ് തേടിയിട്ടൊന്നും കാര്യമില്ല. നമ്മളെ ഉള്ളിൽ തന്നെയാണ് ഹാപ്പിനെസ്സും നമുക്ക് വേണ്ടിയിട്ടുള്ള വിജയവും സക്സസും എല്ലാം നമ്മൾ ഉള്ളിലുണ്ട്. അതാണ് നമ്മളെ യഥാർത്ഥ സെൽഫുമായി നമ്മൾ കണക്ട് ചെയ്തിട്ട് കിട്ടുന്നതെന്ന് പറയാം. അപ്പൊ ഈ മൈൻഡിനൊക്കെ ക്ലെൻസ് ചെയ്ത് ഈ പ്രോഗ്രാം ചെയ്ത കാര്യങ്ങളെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട്, മൈൻഡിനെ ക്ലെൻസ് ചെയ്തുകൊണ്ട്, അതുപോലെ തോട്ടിൽ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മനുഷ്യരാണോ അവർക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഇപ്പൊ അറിയാം സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരാളെ പിന്നിലുണ്ടാവും
ഒരു കോച്ച്, ഒരു ട്രെയിനർ എന്നുള്ളത്. കാരണം നമുക്ക് നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ഇമോഷണൽ ബാലൻസിൽ നമ്മൾ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ സപ്പോർട്ട് വേണ്ടി വരും. അതിനാണ് മൈൻഡ് കോച്ചസും ലൈഫ് കോച്ചസ് ഒക്കെ നിലനിൽക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഏത് ഏരിയയിലും, മെന്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, ഇഷ്യൂസ് നേരിടുന്ന, അതായത് നമുക്ക് പ്രയാസം തോന്നുന്നുണ്ട്, ഒന്നിലൊരു ആസ്വാദനം കണ്ടെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും ഫോക്കസ് കിട്ടുന്നില്ല, താളം തെറ്റിപ്പോകുന്നു ലൈഫ്, അല്ലെങ്കിൽ എനിക്ക് പിടിച്ചോടത്ത് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നതുണ്ടെങ്കിൽ അവര് അവരുടെ ഹയർ സെൽഫ് അല്ലെങ്കിൽ അവരുടെ ട്രൂ സെൽഫിലല്ല അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളും മുറുക്കെ പിടിച്ചിട്ട് പാസ്റ്റിൽ കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങളിൽ സ്റ്റെക്കായി പോയിട്ടുണ്ട്. ഈ മൊമെന്റിൽ എൻജോയ് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം നമുക്ക് മുന്നോട്ട് കുതിക്കാനുള്ള സ്പീഡ് അവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ മൊമെന്റിൽ നമ്മൾ എൻജോയ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ മൊമെന്റിലുള്ള ഓരോരോ കാര്യത്തിലും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ നമ്മൾ സ്വയത്തോടൊന്ന് ചോദിച്ചു നോക്കുക. ഞാൻ ഈ മൊമെന്റിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവഞ്ച്വലി നമ്മൾ വീട്ടില് പണിയെടുക്കുന്ന സമയത്തും നമ്മൾ അത് എൻജോയ് ചെയ്തിട്ടാണോ ചെയ്യുന്നത് എന്ന് സെൽഫിനോടൊന്ന് ചോദിച്ചു നോക്കുക. അത് അല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ കണ്ടെത്തുക. എന്തെങ്കിലും കാര്യത്ത് ഉള്ളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ഉള്ളിൽ വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് ഹീൽ ചെയ്ത് പോകണം. അത് അവിടുന്ന് ക്ലിയർ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് സ്പീഡിൽ ചലിക്കാൻ പറ്റൂല എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഈ മൊമെന്റിൽ സ്റ്റെക്ക് ആയിട്ട്, അതുകൊണ്ടാണ് ഇപ്പൊ തടസ്സങ്ങളാണ്, പ്രയാസങ്ങളാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പണ്ടുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊന്നും ഇപ്പൊ ഒരു ആഗ്രഹവും ഇല്ല, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചത് എന്നുള്ളതാണ്. ഇത്രയും കാലം അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു മാറ്റം വേണം, ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം. ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ എന്നുള്ളൊരു ചിന്ത എവിടെ നിന്നാണോ നമുക്ക് തുടങ്ങുന്നത്, അന്ന് മുതൽ നമ്മൾ അതിലുള്ള സാഹചര്യങ്ങളെയും അതിലുള്ള വ്യക്തികളെയും നമ്മൾ സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. വാട്ട് യു സീക്കിങ് യു എന്നുള്ളതല്ലേ. അതായത് നമ്മൾ എന്താണോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഉത്തരം നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട്, അത് നമ്മളെയും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ നിങ്ങളിപ്പോ എന്താണോ ഇപ്പൊ പരാതിയാണ്, എന്റെ ലൈഫ് ഇങ്ങനെയാണ്, എനിക്ക് ഇതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റില്ല, എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് പുറമേ പരാതികൾ പറയാം, പുറമേ സാഹചര്യങ്ങൾ ശരിയാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ എന്ന് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു തോട്ടാണ്. അതായത് അവര് മാറിയിട്ടേ ഞാൻ ശരിയാവുള്ളൂ, ഇന്ന കാര്യങ്ങൾ എന്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കും എന്നുള്ളത്. പിന്നെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ്, അത് നമ്മൾ സെലക്റ്റീവ് ആക്കേണ്ടതാണ്. ഇപ്പോ ഹാപ്പി ഇല്ലാത്തൊരു ലൈഫാണ് നിങ്ങൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് സെലക്റ്റീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരുത്താൻ നമുക്ക് പറ്റും. നമ്മൾക്ക് മാത്രമേ നമ്മളെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുക, അതായത് മറ്റൊരാളെ ചിന്തിക്കണം, നീ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കും, നിനക്കൊന്ന് ചിരിച്ചുകൂടെ, നിനക്കൊന്ന് സന്തോഷത്തിലിരുന്നൂടെ, അല്ലെങ്കിൽ നിനക്കൊന്ന് നല്ല രീതിയിൽ സംസാരിച്ചുകൂടെ, ഒന്ന് ഷൗട്ട് ചെയ്യാതെ നല്ല കാമായിട്ടൊന്ന് സംസാരിച്ചുകൂടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് സ്വമേധയാ തോന്നണം ലൈഫിൽ മാറ്റങ്ങൾ വരണം, നല്ല സ്മൂത്ത് ആയിട്ട് പോകണം, ലൈഫിന്റെ ഫ്ലോ കിട്ടി ആസ്വദിച്ച് പോകണം. ഈ ലൈഫ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്, അതുപോലെ തന്നെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആണ്. ഇത് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സറിഞ്ഞ് പറയാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയും സാഹചര്യം, ഇപ്പോ ഏതൊരു പ്രയാസത്തിന്റെ മുന്നിലും ഒരു ഞെരുക്കത്തിന് മുന്നിലും ഒരു എളുപ്പമുണ്ട് എന്നുള്ളതാണ് സൃഷ്ടാവ് പറഞ്ഞിട്ടുള്ളത്. ആ ഞെരുക്കത്തിന് മുന്നിൽ എളുപ്പം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് സീക്ക് ചെയ്യണം. അതല്ലാതെ ആ ഒരു ഞെരുക്കത്തിൽ ഇങ്ങനെ ഇരുന്ന് എനിക്ക് ഈ അവസ്ഥയാണ്, എന്റെ സാഹചര്യം ഇങ്ങനെയാണ്, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്കൊന്നിലും സന്തോഷം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആ കുഴി സ്വമേധയാ തോണ്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ എളുപ്പം കാണാൻ പറ്റൂല. ആ എളുപ്പം കാണാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് എന്താണോ എനിക്ക് വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യണം. എന്താണോ എനിക്ക് വേണ്ടത് എന്റെ ലൈഫിൽ ഇപ്പോ ഈ മൊമെന്റിൽ എന്ത് ചേഞ്ചസ് ആണ് ഞാൻ വരുത്തേണ്ടത്, ഇപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ അവസ്ഥ തുടർന്നു കൊണ്ടിരുന്നാല് എന്റെ ലൈഫ് എവിടെ എത്തും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെയുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ആ ആ ഒരു മൊമെന്റ് മുതലാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളും അതിന് വേണ്ടിയിട്ടുള്ള മെന്ററേയും നമ്മൾ കണക്ട് ചെയ്യും എന്നുള്ളതാ, നമ്മളെ മുന്നിൽ തന്നെ വരുമുള്ളതാ. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. അതുപോലെ തന്നെ അങ്ങനെ ഒരു മെന്റർ, ഒരു ഗൈഡ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ഏത് രീതിയിലും ലീഡ് ചെയ്യാൻ പറ്റും, ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. അതിനാണ് നമ്മൾ മനസ്സിലുള്ള ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുന്നത്. മനസ്സിലുള്ള ഭാരങ്ങളൊക്കെ ഏറ്റി നമ്മൾ ലൈഫിനെ
നോക്കി കാണുകയാണെങ്കിൽ, ലൈഫ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു വെയിറ്റ് ആയിട്ടുള്ള ഒരു ചാക്ക് ഏറ്റി പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് നമുക്ക് അധിക ദൂരം നടക്കാൻ പറ്റൂല, നമ്മൾ അപ്പൊ ഒന്ന് ക്ഷീണിക്കും, നമുക്ക് പെയിന് വരും. അങ്ങനെയാണ് ലൈഫ്. അതുപോലെ തന്നെ ലൈഫിന്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഭാരങ്ങളൊക്കെ ഏറ്റി നമ്മൾ ലൈഫിൽ നടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം ലൈഫ് എന്ന് പറയുന്നത്. ഈ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഈ മൊമെന്റിൽ എൻജോയ് ചെയ്ത്, ഈ മൊമെന്റിൽ പഠിക്കാനുള്ളത് പഠിച്ചിട്ടും, ലേൺ ചെയ്യേണ്ടത് ലേൺ ചെയ്തു, അൺലേൺ ചെയ്യേണ്ടത് അൺലേൺ ചെയ്തു, ആസ്വദിച്ച് എന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചുള്ള റിസൾട്ടും മൈൻഡ്ഫുൾനെസ് ആയി നമുക്ക് ഓരോ മൊമെന്റ് ഇരിക്കാൻ പറ്റും. ഈ ഭാരങ്ങൾ ഇറക്കി വെക്കാത്തടത്തോളം കാലം നമ്മളെ ലൈഫിൽ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, അതുപോലെ തന്നെ നമ്മളൊരു ലോ വൈബ്രേഷനിലായിരിക്കും ഒപ്പം ഇരിക്കുക. കാരണം നമ്മൾ പരാതികളും പരിഭവങ്ങളും പറയാണ്, നമ്മളെ ചുറ്റുള്ള ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ മാറുമ്പോഴാണ് നമ്മളെ സാഹചര്യം മാറുക, നമ്മളെ അനുഭവങ്ങൾ മാറുക, നമ്മളിലേക്ക് വരുന്ന വ്യക്തികളൊക്കെ മാറുക. അങ്ങനെ നമ്മൾ മാറുമ്പോൾ നമ്മളെ ലൈഫും മാറുന്നുള്ള പൗലോ പോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ മാറിയാൽ നമ്മളെ ചുറ്റുപാട് മാറും എന്നുള്ളത്. അങ്ങനെ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളിൽ മാറ്റം വരുത്തണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ സീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം മാറ്റം വരുത്താൻ. അതല്ലാതെ എനിക്ക് ഇത് പറ്റുന്നില്ല, ഇത് അങ്ങനെ കുഴി സ്വമേധയാ തോണ്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയൂല എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിൽ സ്വമേധയാ കണ്ടെത്താൻ, അതായത് സ്വയത്തിലുണ്ട് ഹാപ്പിനെസ്സും സക്സസ്ഫുള്ളും എല്ലാം ഉണ്ട്. അത് കണ്ടെത്താനുള്ള ഗൈഡൻസ് കണ്ടെത്തുക. ഒരു ഗൈഡ് നമ്മളെ കൂടെ, അല്ലെങ്കിൽ ഒരു മെന്റർ നമ്മളെ കൂടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും അവരെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും കാര്യങ്ങൾക്കും ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ, ഒരു ജേണി എന്നാണ് ഇതിന് പറയാം. ഇതൊരിക്കലും ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട്, അല്ലെങ്കിൽ ഇന്ന് സെഷൻ അറ്റൻഡ് ചെയ്ത് നാളെ റിസൾട്ട് കിട്ടുക എന്നുള്ളതല്ല. ഇത് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ലൈഫിനെ ഓരോ മൊമെന്റും ആസ്വദിച്ച് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ മൊമെന്റും എന്ന് പറയുന്നത് നമ്മളിങ്ങനെ റിവൈവ് ചെയ്ത് നമ്മളെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളെ ഇറക്കി വരച്ച് നമ്മളെ ഹീൽ ചെയ്യേണ്ടതൊക്കെ ഹീൽ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് ഉള്ള കാര്യങ്ങൾ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതൊക്കൊന്നും നമ്മളെ കണ്ടു പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് നല്ല ബോഡി ഉണ്ട്, ഇപ്പോ ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെ നമ്മൾക്ക് ഉണ്ട്. പക്ഷെ നമ്മളെ നോട്ടവോ ശ്രദ്ധയോ ഒന്നും അവിടേക്ക് ഒന്നുമല്ല. അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മളെ മനസ്സിന്റെ താളം തെറ്റി നമ്മൾ അവിടെ ഈ കുഴി തന്നെ നമുക്ക് സ്വമേധയാ തോണ്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാ. അപ്പൊ അതുകൊണ്ട് ഈ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് ഈ നമ്മളെ ഹയർ സെൽഫിനെ നമ്മൾ കണ്ടെത്തി ആ ട്രൂ പൊട്ടൻഷ്യൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൊമെന്റും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ലോ വൈബ്രേഷനിൽ നിന്ന് ഹൈ വൈബ്രേഷൻ ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുക. ഹൈ വൈബ്രേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല കാര്യങ്ങളും നല്ല സാഹചര്യങ്ങളും നല്ല അനുഭവങ്ങളൊക്കെ നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആ ജോയ്ഫുൾ സ്റ്റേറ്റിലുള്ളവർക്കാണ് മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒരു തോട്ട് കൊടുത്താൽ റിസൾട്ട് കിട്ടി, അവരുടെ ലൈഫ് ഇങ്ങനെ ചേഞ്ച് ആയി, അവരത് ആഗ്രഹിച്ചു, അവർ നേടിയെടുത്തു, അവർ ഇന്ന ഡ്രീംസ് എഴുതി വെച്ചു, അവർക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തു, ബക്കറ്റ് ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന്, അപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടായി. നമ്മളെ ക്ലയൻസ് പല ആളുകളും റിസൾട്ട് പറയുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാണ്. കാരണം അവരത്രയും അവരെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്ത് നല്ല ഇന്റൻഷനോട് കൂടി ലൈഫിനെ നോക്കി കാണാം. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടേ എന്ന് അവര് ലൈഫിനെ ലീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അവരിലേക്ക് നല്ലത് മാത്രം അട്രാക്ട് ചെയ്യും. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് തോട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോ ലൈഫിനെ നമ്മൾ ഹാപ്പി ആയിട്ട് നോക്കി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിൽ ഹാപ്പിനെസ് നിറക്കണം. അതിനുള്ള കീ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മൾ സെൽഫിനായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുക. അങ്ങനെ ഹൈ വൈബ്രേഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ സെൽഫ് ലവ് ഒക്കെ കൂട്ടി ആ ലെവലിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വമേധയാ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് സ്വമേധയാ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മെൻറ്ററെയോ അല്ലെങ്കിൽ ഒരു ഗൈഡിനെയോ ഒക്കെ കണക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള മൈൻഡ് കോച്ചിങ്, ലൈഫ് ട്രാൻസ്ഫോം കോച്ചിങ് ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നമ്മളെ സെഷൻസ് അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കണക്ട് ചെയ്യണം, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം, അല്ലെങ്കിൽ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ വേണം
വേണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ആളുകൾ എന്തായാലും നമ്മൾ കണക്ട് ചെയ്തോളൂ. നിങ്ങളെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരിക്കും ഈ ഒരു സെഷൻ എന്നുള്ളത്. അത് ഞാൻ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാ എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു ചിന്ത നിങ്ങളിലേക്ക് വന്നുകൊണ്ട് നമ്മളെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ കണക്ട് ചെയ്യുകയാണല്ലോ. അപ്പൊ നമ്മളെ അടുത്തുനിന്ന് മാക്സിമം എല്ലാ കാര്യങ്ങളും എന്റെ ലൈഫിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനും നമ്മളെ ക്ലയൻസിനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള റിസൾട്ടും നിങ്ങളിലും വരട്ടെ എന്നാണ്. നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ. നിങ്ങളെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് ഈ 2025 വരുത്താനും അതിലുള്ള ആസ്വദിച്ച് ഹാപ്പി ആയിട്ട്, അറിയാലോ എല്ലാവരുടെ ലൈഫും ഹാപ്പിയാണ്, ബ്യൂട്ടിഫുൾ ആണ്, ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആണ്. അത് അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഗൈഡൻസ് നിങ്ങൾ സീക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനേ എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ, എന്താണോ വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ലൈഫിനെ നോക്കി കാണുക എന്നുള്ളതാണ്.